നമസ്കാരം. കദംബം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് കാലഭൈരവർ ജയന്തിയാണ്. അതായത് കാലഭൈരവർ ഉണ്ടായ ദിവസം. ബ്രഹ്മാവിൻ്റെ അഹങ്കാരം മാറ്റുവാനും അന്ധകാസുരനെ വധിക്കുവാനും വേണ്ടി മഹാദേവനിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് കാലഭൈരവർ. കാലഭൈരവർ ഉണ്ടായത് തുലാമാസത്തെ തേയ്പിറയായ അഷ്ടമി തിഥിയിലാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ അഷ്ടമി തിഥി കാലഭൈരവർ ജയന്തിയായി നമ്മൾ ആഘോഷിക്കുന്നത്. കാലഭൈരവരെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് കടൻ പ്രശ്നങ്ങളെല്ലാം തീരും, അസുഖങ്ങളെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ നല്ല പണം വരവ് ഉണ്ടാകുകയും ചെയ്യും. തൊഴിലിൽ നല്ല ലാഭം ലഭിക്കും. തീരാത്ത വഴക്കുകൾ തീരും. സകല ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് വിശ്വാസം. കാലഭൈരവരെ പ്രാർത്ഥിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട പൂവ് ചുവന്ന അരളിപ്പൂവ്, അതുപോലെ ചുവന്ന നിറത്തിലുള്ള തുച്ചിപ്പൂ, താമര ഇവയാണ്. ഭഗവാന് നൈവേദ്യമായി വെക്കേണ്ടത് കുരുമുളകിട്ട കട മാലയായിട്ട് ചാർത്താം. അതുപോലെ തന്നെ ചക്രപ്പൊങ്കലോ പുളിയോത്തര ചോറോ ഉണ്ടാക്കി പ്രാർത്ഥിക്കാവുന്നതാണ്. ചന്ദനം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും തേന് കൊണ്ടും പാലുകൊണ്ടും അഭിഷേകം ചെയ്യുന്നതും ഭൈരവന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇന്നത്തെ ദിവസം വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരുമുണ്ട്, അല്ല സാധാരണ നമ്മൾ എപ്പോഴും പൂജിക്കുന്ന പോലെ പൂജിക്കുന്നവരുമുണ്ട്. ഇവർക്കും കാലഭൈരവരുടെ അനുഗ്രഹം കൊണ്ട് സകല സൗഭാഗ്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.